ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള പൂമല ഡാമിലാണ്. നല്ല വെയിലാണ് ഞാൻ വന്ന സമയം. ഞാൻ നിങ്ങൾക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് മനോഹരമായ പൂമല ഡാം. വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. വളരെ ആകർഷണീയമാണ് ഈ ഡാം. സഞ്ചാരികളെല്ലാം ഈ വെയിലായതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. ഡാമിനകത്തേക്ക് പ്രവേശനമില്ല. വ്യക്തമായൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഡാമിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും അപകടമാണ്, കുറ്റകരമാണ് എന്ന്. അതെന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇതിനു മുമ്പ് വന്ന സഞ്ചാരികളെല്ലാം ഇറങ്ങി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്യാവശ്യം വലിയ ഡാം തന്നെയാണ്. നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഇതിന് താഴെ ഒരു അടിപൊളി സൈറ്റ് ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ്. അടിപൊളി അല്ലേ? നല്ലൊരു പ്രകൃതി രമണീയമാണ്. അപ്പോൾ ഈ കാണുന്ന താഴെ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഡാമിൻ്റെ നടപ്പാത. ഒരു മനുഷ്യനില്ല വെയിലത്ത്. ഒന്നാമത് ഇവിടെ ഇപ്പോൾ സഞ്ചാരികൾക്കൊക്കെ നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. പിന്നെ നല്ല വെയിലല്ലേ. അത്യാവശ്യം ഒരു 150-200 മീറ്റർ നടക്കാനുണ്ട്. പിന്നെ നമ്മൾ എവിടെ പോയാലും കാണിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ മസ്റ്റാണല്ലോ. അത്യാവശ്യം നല്ല വലിയ ഡാം തന്നെയാണ്. നേരത്തെയൊക്കെ ഇത് ഫുൾ വെള്ളമായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. വെള്ളമെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. വളരെ നന്നായിട്ടുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം. ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാനുള്ളൂ. പൂമല ഡാമിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ല. മഴക്കാലത്ത് വന്നാൽ ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് സഞ്ചാരികൾ വളരെ കുറവാണ്. ഞങ്ങൾ 2 പേര് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരുമില്ല. ഗൈസ്, ഡാമിലൊക്കെ പായൽ വന്ന് കിടക്കുകയാണ്. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് ഈ ഡാമിലൊരു ബോട്ടിങ് സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഗൈസ് അതിൻ്റെ നീളം. നമ്മളിതാ ഇതിൻ്റെ ഡാമിൻ്റെ ഷട്ടറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അതിൻ്റെ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ, അതിലൊന്നും ഒരു സംശയമില്ല. ദേ ഈ കാണുന്നതൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി നടപ്പാതയാണ്. ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂമല ഡാമിൽ വരുന്നവർ കാണേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആ ഡാമും പിന്നെ ഈ നടന്നു പോകുന്ന നടപ്പാതയും. ഇത് നേരെ താഴോട്ടാണ് പോകുന്നത്. അവിടെ കുറേ മരങ്ങളും കുറേ ഇതൊക്കെയാണ്. ഇപ്പോൾ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ആരും ഈ വഴിയൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ്.
ഈ കാണുന്ന കൽപ്പടവിലൂടെയാണ് വെള്ളം ഡാമിലൂടെ താഴോട്ട് വരുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ വേനൽക്കാലമായതുകൊണ്ട്. മഴക്കാലത്ത് വന്നാൽ ഇവിടെ കാണാൻ നല്ല രസമാണെന്നാണ് പറയാറ്. ഇത് പ്രത്യേകിച്ച് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഡാമിലോട്ട് ഇവിടെ ഒന്ന് കയറിപ്പോകുന്നൊരു ഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. വിനോദസഞ്ചാരികൾക്കെല്ലാം ഇവിടെ ഒരുപാട് വന്ന് തങ്ങാനുള്ള സൗകര്യങ്ങളും നല്ലൊരു വ്യൂ തന്നെയാണ് ഈ കാണുന്നത്. ഈ കൽപ്പടവുകളിലൂടെ എല്ലാം കയറിപ്പോകുന്ന ഒരു അടിപൊളി രസമുള്ളൊരു സംഭവം തന്നെയാണ്. അവിടെ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് മേലെ കയറി പോയിരുന്നുണ്ട്. ഒരു കാടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് വീണ്ടും ഡാമിൻ്റെ പുറത്തോട്ട് വന്നു. ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ്. നമ്മളിത് ആദ്യമേ കാണിക്കണമായിരുന്നു.